നമ്മുടെ സൊല്യൂഷനിൽ ലെസ്സർ ക്വാണ്ടിറ്റിയിലുള്ളവരെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രേറ്റർ ക്വാണ്ടിറ്റിയിലുള്ളവരെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യങ്ങളാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് നിങ്ങൾ ബേസിക് ആയിട്ട് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. വോളിയം ഓഫ് സൊല്യൂഷൻ മില്ലി ലിറ്ററിൽ ക്വസ്റ്റ്യൻസിൽ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയ ശേഷം ഇൻ കേസ് മില്ലി ലിറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷം മാത്രമേ ആൻസർ കണ്ടുപിടിക്കാവൂ കേട്ടോ. ഹായ് ഓൾ, I+ റണ്ണിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഓൾറെഡി 2 ലാബ് അസിസ്റ്റൻ്റ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 3 നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. കുറേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ചോദ്യം അതുപോലെ അല്ലെങ്കിൽ പോലും സെയിം കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പല ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ആദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക് ഏതൊക്കെയാണ്, നിങ്ങൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ സിലബസ് അനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആ ഏരിയാസ് നിങ്ങൾ നല്ല രീതിയിൽ കംപ്ലീറ്റ്ലി പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തി പോകുന്നത് നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു KWയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നെയിം ദ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം കറസ്പോണ്ടിങ് ടു ദി വിസിബിൾ റീജിയൻ. നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാബ് അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. ഈ സെയിം ചോദ്യം കറക്റ്റ് ഇതുപോലെയല്ല. അവിടെ നമുക്ക് ഇപ്പം N2 is equal to 3 to N1 is equal to 1 അങ്ങനെ എന്തോ കൊടുത്തിട്ടായിരുന്നു. ഇത് ഏത് റീജിയൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ പറയുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ പറയാത്തത്. നിങ്ങൾക്കത് റെപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നും. നമ്മൾ എന്തായാലും ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു ആൻസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നമുക്കറിയാം ലെയ്മൻ, ബാൽമർ, പാസ്കൻ, ബ്രാക്കറ്റ് ആൻഡ് ഫൺ സീരീസ് 5 സീരീസ് ഉണ്ട്. അവിടെ നടക്കുന്ന ട്രാൻസിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 5 ട്രാൻസിഷൻസിനെയും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ലെയ്മാൻ സീരീസ് വരുമ്പോഴത്തേന് എങ്ങോട്ടേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്? ഫസ്റ്റ് N1 is equal to 1 ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെവലിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നു എങ്കിൽ ഹയർ ലെവൽസ് ഏതൊക്കെയാവാം? 2, 3, 4, 5 ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ 2, 3, 4, 5, 6 എക്സെട്ര എന്ന് പറയുന്ന ഏത് ഹയർ ലെവൽസിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ലെവലിലേക്ക് നടക്കുന്ന ട്രാൻസിഷൻസ് ആണ് ലെയ്മാൻ സീരീസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അടുത്ത ബാൽമർ സീരീസ് എന്ന് പറയുമ്പോഴത്തേനോ, ബാൽമർ സീരീസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലൈനിലേക്കുള്ള ട്രാൻസിഷൻ ആണ്. N1 is equal to 2 ട്രാൻസിഷൻ ആണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ ട്രാൻസിഷൻ നടക്കാം? അവിടെ N2 is equal to 3, 4, 5, 6 ലെവൽസിൽ നിന്നെല്ലാം ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, അടുത്ത പാസ്കൻ സീരീസ് ആകുമ്പോൾ N1 is equal to 3 ട്രാൻസിഷൻസ് ആണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ ട്രാൻസിഷൻ നടക്കാം? N2 is equal to 4, 5, 6, 7 എക്സെട്ര അല്ലേ. ഹയർ ലെവൽസിൽ നിന്ന് N2 is equal to 4 തൊട്ടിട്ടുള്ള ഹയർ ലെവൽസിൽ നിന്നുള്ള ട്രാൻസിഷൻസ് അവിടെ പോസിബിൾ ആണ്. ഓക്കെ, അടുത്തത് പാസ്കൻ സീരീസ് വരുമ്പോഴത്തേന് N1 is equal to 4 ട്രാൻസിഷനാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ ട്രാൻസിഷൻ നടക്കാം? N2 is equal to 5, 6, 7, 8 എക്സെട്ര അല്ലേ. 5 തൊട്ടിട്ട് ഹയർ ലെവൽസിൽ നിന്നുള്ള എല്ലാ ട്രാൻസിഷൻസും
അവിടെ പോസിബിൾ ആണ്. ഓക്കെ, ആൻഡ് ഫണ്ട് സീരീസ് വരുമ്പോഴത്തേന് N1 ഈസ് ഈക്വൽ ടു 5ലേക്കുള്ള ട്രാൻസിഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഹയർ ലെവൽസ് ആയിട്ടുള്ള 6, 7, 8, 9 എക്സെട്ര അവിടെ നിന്നുള്ള എവിടെ നിന്നുള്ള ട്രാൻസിഷൻസ് ആയാലും പോസിബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇൻ കേസ് ഇങ്ങനെ വരികയാണ്, N2 ഈസ് ഈക്വൽ ടു 5ൽ നിന്നും N1 ഈസ് ഈക്വൽ ടു 2ലേക്കുള്ള ട്രാൻസിഷൻസ് ഏത് സീരീസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനെ മാത്രം നോക്കിയാൽ മതി? N1 ഏതാണെന്ന് നോക്കിയാൽ മതി, ലോവസ്റ്റ് ലെവൽ ഏതാണെന്ന് നോക്കിയാൽ മതി, 2 ആണ്. അപ്പൊ ഏത് ഹയർ ലെവലിൽ നിന്നും 2ലേക്കുള്ള ട്രാൻസിഷൻ കറസ്പോണ്ടിങ് ടു എന്താണ്? ബാൽമർ സീരീസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് N2 ഈസ് ഈക്വൽ ടു 7ൽ നിന്നും N1 ഈസ് ഈക്വൽ ടു 3ലേക്കുള്ള ട്രാൻസിഷൻ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് ലെവൽ നോക്കിയാൽ മതി. ലോവസ്റ്റ് ലെവൽ N1 ഈസ് ഈക്വൽ ടു 3 ആണ്. 3 ഏതാണ്? ലെയ്മൻ ബാൽമർ പാസ്കൻ സീരീസ് ആണ്. അപ്പോൾ പാസ്കൻ സീരീസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ് N2 ഈസ് ഈക്വൽ ടു 7 ടു N1 ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ട്രാൻസിഷൻ. കേട്ടോ, അപ്പം ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം റീജിയൻസും കൂടെ നോക്കിയേക്കാം. റീജിയൻസും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ലാസ്റ്റ് ടൈമിൽ ലാബ് അസിസ്റ്റന്റ് എക്സാമിനും നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും റീജിയൻ ആയിരുന്നു സ്പെസിഫിക്കലി ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ലെയ്മാൻ സീരീസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു UV റീജിയൻ ആണ്, അൾട്രാവയലറ്റ് റീജിയൻ ആണ്. ഓക്കെ, ബാൽമർ സീരീസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു വിസിബിൾ റീജിയൻ ആണ്. ഓക്കെ, ആൻഡ് പാസ്കൻ ബ്രാക്കറ്റ് ഫണ്ട് ഇത് മൂന്നും IR റീജിയൻസ്, ഇൻഫ്രാറെഡ് റീജിയൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. അതിൽ തന്നെ പാസ്കൻ സീരീസ് എന്ന് പറയുന്നത് നിയർ ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. ആൻഡ് ബ്രാക്കറ്റ് സീരീസ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. ഫണ്ട് സീരീസ് എന്ന് പറയുന്നത് ഫാർ ഇൻഫ്രാറെഡ് റീജിയൻ ആണ്. അപ്പം IR റീജിയൻസ് അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അത് സ്പെസിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ നിയർ IR, ഇയാൾ IR, ഇയാൾ ഫാർ IR. ഓക്കെ, അതും കൂടെ സ്പെസിഫിക്കലി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഈ ഒരു ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം റിലേറ്റഡ് ആയിട്ട് എന്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടേബിൾ ഇതേ രീതിയിൽ വൃത്തിയായിട്ട് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? വിസിബിൾ റീജിയന്റെ കറസ്പോണ്ടിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. വിസിബിൾ റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് ഏതാണ്? ബാൽമർ സീരീസ്. സെക്കൻഡ് സീരീസ് ആയിട്ടുള്ള ബാൽമർ സീരീസ് ആണ് വിസിബിൾ റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ എ ബാൽമർ സീരീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കുക. A solution contains 0.5 moles of solute in a 2 liters of solution. What is the molarity of the solution? എന്താണ് ചോദ്യം? ഒരു സൊല്യൂഷനകത്ത് 0.5 moles of solute ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. നമ്മുടെ മോൾ കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. 0.5 മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ വോളിയം ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. വോളിയം ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട് 2 liters. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്ത് കണ്ടുപിടിക്കാനാണ്? മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആൻഡ് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്മൾ പഠിക്കുന്ന സമയത്ത് വേണ്ടേ ഈ മൊളാലിറ്റി മോസ്റ്റ് ഓഫ് ദി ആളുകൾക്കും തിരിഞ്ഞു പോകുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക, തിരിഞ്ഞു പോകരുത്. മൊളാരിറ്റിയുടെ ഇക്വേഷനും മൊളാലിറ്റിയുടെ ഇക്വേഷനും മോസ്റ്റ് ഓഫ് ദി ആളുകൾക്കും തെറ്റിപ്പോകുന്നതാണ്. പലതവണയും എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുമാണ് കേട്ടോ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം നോക്കുക, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് moles of solute by വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂഷ്വലി വോളിയം ഓഫ് സൊല്യൂഷൻ മില്ലി ലിറ്ററിൽ ക്വസ്റ്റ്യൻസിൽ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയ ശേഷം ഇൻ കേസ് മില്ലി ലിറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷം മാത്രമേ ആൻസർ കണ്ടുപിടിക്കാവൂ കേട്ടോ. നിങ്ങൾ ചിലപ്പം ചിലർ എഴുതിക്കും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ, അത്രേ ഓർക്കുള്ളൂ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. മില്ലി ലിറ്ററിലാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിലും അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചോണം. ഓക്കെ, ഇനി രണ്ടാമത്തത് മൊളാലിറ്റി. മൊളാലിറ്റി എന്താണ്? മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
ന്യൂമറേറ്റർ സെയിം ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മൊളാരിറ്റി വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണെന്നുണ്ടെങ്കിലും മൊളാലിറ്റി മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കൃത്യമായിട്ട് ബുക്കിലോട്ട് എഴുതി വെച്ചേക്കുക, തിരിഞ്ഞു പോകരുത്. ഓക്കെ, മൊളാരിറ്റി എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, മൊളാലിറ്റി എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇനി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഞാൻ പറഞ്ഞു നേരത്തെ, വോളിയം നമുക്ക് മില്ലി ലിറ്ററിലായിരിക്കും തരിക, മാസ് നമുക്ക് ഗ്രാമിലായിരിക്കും തരിക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ വോളിയത്തിനെ ലിറ്ററിലോട്ട് മാറ്റിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ, മാസിനെ കിലോഗ്രാമിലോട്ട് മാറ്റിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ. അത് പ്രത്യേകം ഓർത്തോണം. ഓക്കെ, ഇനി രണ്ടുപേരുടെയും ന്യൂമറേറ്ററിൽ നിങ്ങളൊരു ടേം കണ്ടു, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇനി ചിലപ്പോൾ ചോദ്യത്തിനകത്ത് ഡയറക്റ്റ്ലി തരും 1 മോൾ ഓഫ് സൊല്യൂട്ട് ആണ്, അല്ലെങ്കിൽ 10 മോൾ ഓഫ് സൊല്യൂട്ട് ആണ്, അല്ലെങ്കിൽ 0.5 മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തരും. ചില സമയത്ത് ക്വസ്റ്റ്യൻസിൽ മൊളാരിറ്റി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ചോദ്യം ആയിരിക്കും, പക്ഷേ നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തരത്തില്ല. പക്ഷേ അവർ തരും ഇത്ര ഗ്രാം ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, നമ്മുടെ ഇത്ര ഗ്രാം ഓഫ് സൊല്യൂട്ട് നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ എമൗണ്ട് ആയിരിക്കും നമുക്ക് ചിലപ്പം തരിക. എന്നിട്ട് അത് എത്ര മോൾസ് ഉണ്ട് എന്നുള്ളത് സൊല്യൂട്ടിൻ്റെ കാര്യം അവർ സ്പെസിഫൈ ചെയ്യത്തില്ല. അങ്ങനെയുള്ള കേസസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ്. തന്നിട്ടുള്ള മാസിനെ മോളിക്യുലാർ മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തരുന്ന മാസാണ്. മോളിക്യുലാർ മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട മാസാണ്. മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എലമെന്റ്സിൻ്റെയൊക്കെ മാസ് നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇത്ര ആളുകളുടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കോമ്പൗണ്ട്സിൻ്റെ കേസൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് ആണെങ്കിൽ 1, കാർബണിൻ്റെ 12, നൈട്രജൻ്റെ 14, ഓക്സിജൻ്റെ 16, ക്ലോറിൻ്റെ 35.5, സോഡിയത്തിൻ്റെ 23. അപ്പം ഇപ്പം ഇൻ കേസ് നമുക്ക് സൊല്യൂട്ടായിട്ട് തരുന്നത് NaCl ആണെന്ന് കരുതിക്കോ. അപ്പോൾ ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ 20 ഗ്രാം NaCl തരുവാണ്. അപ്പോൾ ഗിവൺ മാസിന്റെ സ്ഥാനത്ത് നമുക്ക് 20 എന്ന് കൊടുക്കാം. മോളിക്കുലാർ മാസ് എങ്ങനെയാ? നമ്മൾ കണ്ടുപിടിക്കണം NaClന്റെ എത്ര ആണെന്ന്. എങ്ങനെയാ കണ്ടുപിടിക്കുക? Na 23 ആണ്, Cl 35.5 ആണ്. 23 + 35.5 ചെയ്യുന്നതാണ് NaClന്റെ മോളിക്കുലാർ മാസ്. അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. അപ്പോൾ ഇൻ കേസ് ക്വസ്റ്റ്യനകത്ത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടില്ല, പകരം ഗിവൺ മാസ് ആണ് തന്നിട്ടുള്ളതെങ്കിലും ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് അത് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ മൊളാരിറ്റി അല്ലെങ്കിൽ മൊളാലിറ്റി കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഇക്വേഷൻസ് നിങ്ങൾക്കൊന്ന് റിവൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്തു പോകും. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി നോക്കുക, നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക് തിരിച്ച്. ക്വസ്റ്റ്യനകത്ത് മോൾസ്, നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. വോളിയം ഇൻ ലിറ്റർ ആണ്. നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യനിൽ അവർ നേരിട്ട് തന്നേക്കും. എത്രയാ? 0.5 മോൾസ്. വോളിയം എത്രയാണ്? 2 ലിറ്റർ എന്നാണ്. അപ്പോൾ കൺവേർഷൻസ് ഒന്നും ആവശ്യമില്ല. 0.5 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 20, ദാറ്റ് ഈസ് 1/4. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.25 ആണ്. സോ കറക്റ്റ് ആൻസർ ഏതാണ് ഇവിടെ? ഓപ്ഷൻ എ, 0.25 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ, സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ എ ഫോറസ് ഓർബിറ്റൽ, what are the possible values of the angular momentum quantum number L? അപ്പം നമുക്കൊരു ഓർബിറ്റൽ തന്നിട്ടുണ്ട് ഫോറസ്. അവിടെ പോസിബിൾ ആയിട്ടുള്ള L വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഇപ്പോൾ ഒരു ഓർബിറ്റൽ ഇപ്പോൾ 2s എന്നൊരു ഓർബിറ്റൽ തന്നു കഴിഞ്ഞാൽ ഈ 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N-നെയാണ്.
ആൻഡ് എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടുത്തെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എല്ലിനെയാണ്. ഓക്കെ, അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ തന്നെയാണ് ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ജസ്റ്റ് ഓർബിറ്റലിൽ അവിടുത്തെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണെന്നുള്ളത് പറയാം. ഇപ്പോൾ 2s ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ 2, 4s ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ചോദിച്ചാൽ 4, 5s ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ 5. ഓക്കെ, ദെൻ എൽ വാല്യൂ നമ്മൾ എങ്ങനെയാണ് യൂഷ്വലി പറയുക? നമ്മൾ സബ്ഷെല്ലിൽ ഏതാണ് തന്നിട്ടുള്ളതെന്ന് നോക്കുക. എസ് ആണോ, പി ആണോ, ഡി ആണോ, എഫ് ആണോ എന്നുള്ളത് നോക്കുക. ഇൻ കേസ് എസ് ആണ് സബ്ഷെല്ലായിട്ട് തന്നിട്ടുള്ളതെങ്കിൽ അവിടുത്തെ എൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, എഫ് ആണെന്നുണ്ടെങ്കിൽ 3. ഓക്കെ, അപ്പോൾ ഇവിടെ 4s ഓർബിറ്റലല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നിൻ്റെ വാല്യൂ 4 ആണ്. ആൻഡ് സബ്ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ എസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എൽ വാല്യൂ എന്താ വരിക? എസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 0 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ എല്ലിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി 0 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ഡയറക്റ്റ് ചോദ്യം. പിന്നെ ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സിന്റെ ആസ്പെക്ട്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ ക്വാണ്ടം നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ലാസ്റ്റ് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ അതിലും ക്വാണ്ടം നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. സിമ്പിൾ ചോദ്യങ്ങളാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് നിങ്ങൾ ബേസിക് ആയിട്ട് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലാബ് അസിസ്റ്റന്റിന്റെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന പോർഷൻ സ്കിപ്പ് ചെയ്യരുത്. കൃത്യമായിട്ട് എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിച്ചോണം. ഓക്കെ, അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം നോക്കുക. ഡ്യൂറിംഗ് ദി ചാർജിങ് ഓഫ് ലെഡ് സ്റ്റോറേജ് സെൽ വിച്ച് ഇലക്ട്രോഡ് അണ്ടർഗോസ് ദ ഓക്സിഡേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ലെഡ് സ്റ്റോറേജ് സെല്ല് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ ആ പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചുമ്മാ ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് എ ലെഡ് സ്റ്റോറേജ് സെൽ വിച്ച് ഇലക്ട്രോഡ് അണ്ടർഗോ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവും ഡ്യൂറിങ് ചാർജിങ് ഓഫ് എ ലെഡ് സ്റ്റോറേജ് സെൽ വിച്ച് ഇലക്ട്രോഡ് അണ്ടർഗോ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിലും ഉത്തരം രണ്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ചാർജിങ് കണ്ടീഷനിലാണോ അതോ ജസ്റ്റ് നോർമൽ കണ്ടീഷനിലാണോ ഈ പറയുന്ന ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ ഏത് ഇലക്ട്രോഡാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷനിൽ അണ്ടർഗോൺ ചെയ്യുന്നതെന്നുള്ള ചോദ്യം വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജിങ് നടക്കുമ്പോൾ നോർമൽ കണ്ടീഷൻ്റെ നേരെ റിവേഴ്സ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ നിങ്ങൾ. ലെഡ് ഇലക്ട്രോഡ്, ഓക്സിജൻ ഗ്യാസ് ഇലക്ട്രോഡ്, ഹൈഡ്രജൻ ഗ്യാസ് ഇലക്ട്രോഡ് ആൻഡ് ലെഡ് ഡയോക്സൈഡ് ഇലക്ട്രോഡാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ നിങ്ങൾ. ലെഡ് സ്റ്റോറേജ് ബാറ്ററി കൺസിസ്റ്റ് ഓഫ് എ ലെഡ് ഡയോക്സൈഡ് as cathode, lead as anode and sulfuric acid as electrode. അപ്പോൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ കാത്തോഡും ആനോഡും ഇലക്ട്രോലൈറ്റ്സും ആരൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കേ. ലെഡ് ഡയോക്സൈഡ് ആണ് കാത്തോഡ്. ഓക്കെ, ലെഡ് ഡയോക്സൈഡ് ആണ് കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ലെഡ് ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ലെഡ് ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് സൾഫ്യൂറിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സൾഫ്യൂറിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലെഡ് സ്റ്റോറേജ് ബാറ്ററീസിൽ ലെഡ് ഡയോക്സൈഡ് ആണ് കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ലെഡ് ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് സൾഫ്യൂറിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. റെഡ് ക്യാറ്റും ആനോക്സ്, ഈ 2 ടേംസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. റെഡ് ക്യാറ്റും ആനോക്സും. എന്താണ് ഈ റെഡ് ക്യാറ്റും ആനോക്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് റെഡ് എന്ന് പറയുന്നത് ഇവിടെ റിഡക്ഷനെയും ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ക്യാറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാത്തോഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, എപ്പോഴും റിഡക്ഷൻ നടക്കുന്നത് ആനോഡിലായിരിക്കുമോ കാത്തോഡിലായിരിക്കുമോ? കാത്തോഡിലായിരിക്കും റിഡക്ഷൻ നടക്കുക. അതേപോലെ ഇവിടെ ആൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? ആനോഡിനെയാണ്. ഓക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? ഓക്സിഡേഷനെയാണ്. അപ്പോൾ ഇവിടുന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? ആനോഡിലാണ്. ഇത് ഒരു പർട്ടിക്കുലർ കേസിലല്ല, ഏത് കേസിലായാലും
എപ്പോഴും ആനോഡിലെ ഓക്സിഡേഷൻ നടക്കുകയുള്ളൂ, കാത്തോഡിലെ റിഡക്ഷൻ നടക്കുകയുള്ളൂ. അതിൽ യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ നോക്കിക്കേ, നമ്മളിവിടെ പറഞ്ഞു ഒരു നോർമൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ലെഡ് ഡയോക്സൈഡ് കാത്തോഡായിട്ടും ലെഡ് ആനോഡായിട്ടുമാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമുക്കറിയാം എപ്പോഴും കാത്തോഡിലാണ് എന്താ റെഡ് കാറ്റ്, അപ്പോൾ കാത്തോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. അപ്പം ലെഡ് ഡയോക്സൈഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ലെഡ് ആണ് ആനോഡ്. ആനോഡിൽ എന്താണ്? ആൻ ഓക്സ് ആണ്. അപ്പോൾ ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പം ലെഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരുന്നത് ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണെന്നാണ്. അപ്പോൾ ആൻസർ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ലെഡ് ആണെന്നാണ്, അല്ലേ? പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ കേസിൽ ചാർജിങ് നടക്കുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ നേരെ റിവേഴ്സ്ഡ് ആവും. ഓക്കെ, ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ നേരെ റിവേഴ്സ്ഡ് ആവും. അതായത് ഇത്രയും നേരം നോർമൽ കണ്ടീഷനിൽ ലെഡ് ഡയോക്സൈഡ് ആയിരുന്നു കാഥോഡായിട്ടിരുന്നത്, ലെഡ് ആയിരുന്നു ആനോഡായിട്ടിരുന്നത്. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ അവരുടെ കണ്ടീഷൻ റിവേഴ്സ്ഡ് ആവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും നേരം ആനോഡായിട്ടിരുന്ന ലെഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? കാത്തോഡായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇത്രയും നേരം കാത്തോഡായിട്ടിരുന്ന ലെഡ് ഡയോക്സൈഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ടും ആക്ട് ചെയ്യും. അപ്പം നോക്കിക്കേ, ചാർജിങ്ങിൻ്റെ കണ്ടീഷനിൽ റിവേഴ്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതായത് ചാർജിങ് സമയത്ത് ആനോഡ് ആരാണ്? കാത്തോഡ് ആരാണ്? ലെഡ് ആവും കാത്തോഡ് ആൻഡ് ലെഡ് ഡയോക്സൈഡ് ആവും ആനോഡ്. അപ്പോൾ ചാർജിങ് നടക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുക? ആനോക്സിഡേഷൻ, ആനോക്സ് ആണല്ലേ. അപ്പം ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, കാഥോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ചാർജിങ്ങിൻ്റെ സമയത്ത് നോക്കിക്കേ, ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? PbO2, ലെഡ് ഡയോക്സൈഡ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി, ലെഡ് ഡയോക്സൈഡ് ഇലക്ട്രോഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നോർമൽ ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ കേസിലും ആനോഡും കാഥോഡും അതേപോലെ ചാർജിങ് നടക്കുന്ന സമയത്തുള്ള ആനോഡും കാഥോഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, രണ്ടും റിവേഴ്സ്ഡ് ആവും. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ലയോഫോബിക് കൊളോയിഡ്? ലയോഫോബിക് കൊളോയിഡിൻ്റെ എക്സാമ്പിൾ കണ്ടെത്താനാണ് ചോദ്യം. ജെലാറ്റിൻ ആണോ, സ്റ്റാർച്ച് ആണോ, സൾഫർ ആണോ, ഗം അറാബിക് ആണോ എന്നാണ് ചോദ്യം. അപ്പം കൊളോയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന രണ്ട് ടേംസ് ആണ് ലയോഫിലിക് കൊളോയിഡ്സും ലയോഫോബിക് കൊളോയിഡ്സും. അപ്പം എക്സാമ്പിൾസ് പറയുന്നതിന് മുന്നേ എന്താണ് ലയോഫിലിക് കൊളോയിഡ്, എന്താണ് ലയോഫോബിക് കൊളോയിഡ്, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ ഫിലിക് മീൻസ് ലവിങ് എന്നാണ്. ഇപ്പോൾ ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക്കും ഉണ്ട്. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ മീൻസ് വാട്ടർ ആണ്, വാട്ടർ ലവിങ് എന്നാണ്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹെയ്റ്റിംഗ് ആണ്, വെള്ളത്തിന് ഇഷ്ടമല്ലാത്തവരെന്നാണ്. അപ്പം ഇവിടെ ലയോഫിലിക് എന്ന് പറഞ്ഞാൽ ലയോ മീൻസ് സോൾവെന്റ് എന്നാണ്. അപ്പം സോൾവെന്റ്, ഫിലിക്ക് ലവിങ് ആണ്. അപ്പം ലയോഫിലിക് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ലവിങ് ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ് ലയോഫിലിക്കിന്. അപ്പം ലയോഫിലിക് കൊളോയിഡൽ സൊല്യൂഷൻസ് ആർ ദോസ് ഇൻ വിച്ച് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഹാവ് ഗ്രേറ്റർ അഫിനിറ്റി ഓർ ലവ് ഫോർ ദ ഡിസ്പേർഷൻ മീഡിയം. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി നേരത്തെ ഏതോ ഒരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്കൊരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണെന്ന് അറിയാം അല്ലേ? എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ രണ്ടുപേരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനിൽ ലെസ്സർ ക്വാണ്ടിറ്റിയിലുള്ളവരെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്, ആൻഡ് ഗ്രേറ്റർ ക്വാണ്ടിറ്റിയിലുള്ളവരെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ ഒരു കൊളോയിഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് സൊല്യൂഷനകത്ത് ലെസ്സർ ക്വാണ്ടിറ്റിയിലുള്ളവർ സൊല്യൂട്ട് എന്ന് പറയുന്ന പോലെ കൊളോയിഡ്സിൽ ലെസ്സർ ക്വാണ്ടിറ്റിയിലുള്ളവരെ പറയുന്നതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ആൻഡ് സൊല്യൂഷനിൽ ഗ്രേറ്റർ ക്വാണ്ടിറ്റിയിലുള്ളവർ സോൾവെന്റ് ആണെന്നുണ്ടെങ്കിൽ കൊളോയിഡ്സിൽ ഗ്രേറ്റർ ക്വാണ്ടിറ്റിയിലുള്ളത് ആരാണ്? ഡിസ്പേർഷൻ മീഡിയം ആണ്. ഓക്കെ, സോ സൊല്യൂട്ടും സോൾവെന്റും ചേർന്ന് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ആര് ഫോം ചെയ്യുന്നത്? കൊളോയിഡ്സിനെ ഫോം ചെയ്യിക്കുന്നത്. മനസ്സിലായോ? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സിൽ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ലവ് കുറച്ച് കൂടുതലായിരിക്കും, അതായത് അഫിനിറ്റി കൂടുതലായിരിക്കും. ലയോഫിലിക് മീൻസ് സോൾവെന്റ് ലവിങ് ആണ്. അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈസ് മോർ ലവ് വിത്ത് ഡിസ്പേർഷൻ മീഡിയം, അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഹാവ് എ ഗ്രേറ്റർ അഫിനിറ്റി ഫോർ ഡിസ്പേർഷൻ മീഡിയം. അതാണ് ലയോഫിലിക് കൊളോയിഡ്സിന്റെ കണ്ടീഷൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. സബ്സ്റ്റൻസസ് ലൈക്ക് ഗം, ജെലാറ്റിൻ, സ്റ്റാർച്ച് എക്സെട്ര when mixed with a suitable dispersion medium they directly passed into the colloidal state and form the colloidal solution. നമ്മളിപ്പം ഗം അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച്
അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ജെലാറ്റിൻ, ഇതിനെയൊക്കെ നമ്മൾ ഒരു ഡിസ്പേർഷൻ മീഡിയത്തിനകത്തേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ കൊളോയിഡൽ സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് പോയിക്കോളും. ഓക്കെ, ദാറ്റ് മീൻസ് അവർക്ക് ഡിസ്പേർഷൻ മീഡിയ ആയിട്ട് അഫിനിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ വേഗത്തിൽ കൊളോയിഡൽ ഫേസിലോട്ട് കൺവേർട്ട് ചെയ്ത് പൊക്കോളും. സോ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലയോഫിലിക് കൊളോയിഡ്സ്. അപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ള ഗം ആയിക്കോട്ടെ, ജെലാറ്റിൻ ആയിക്കോട്ടെ, സ്റ്റാർച്ച് ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം? ഈ പറയുന്ന ലയോഫിലിക് കൊളോയിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഓക്കെ, ആൻഡ് അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് റിവേഴ്സിബിൾ ആണ്. ലയോഫിലിക് കൊളോയിഡ്സിനെ നമ്മളിപ്പം ഡിസ്പേർഷൻ മീഡിയത്തിനകത്തോട്ട് ചേർത്ത് കൊടുത്താലും നമുക്ക് ഈസിലി അവരെ റിമൂവ് ചെയ്യാനായിട്ടും പറ്റും. അവരെ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ. അതാണ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓക്കെ, ഇനി ലയോഫോബിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള അഫിനിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ലയോഫോബിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഹാവ് ലെസ് അഫിനിറ്റി എന്ന് വരും. ലെസ് അഫിനിറ്റി ടുവേർഡ്സ് ദി ഡിസ്പേർഷൻ മീഡിയം, അല്ലെങ്കിൽ എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഹെയ്റ്റ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ അഫിനിറ്റി കൂടുമ്പോൾ ലയോഫിലിക് കൊളോയിഡ്സും, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള അഫിനിറ്റി കുറയുമ്പം അതിനെ നമ്മൾ ലയോഫോബിക് കൊളോയിഡ്സ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗമ്മ്, ജെലാറ്റിൻ, സ്റ്റാർച്ച് പോലെയുള്ള ആളുകളൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? ലയോഫിലിക് കൊളോയിഡ്സ് ആണ് അല്ലേ. എന്നാൽ സൾഫൈഡ്സ്, ഹൈഡ്രോക്സൈഡ്സ്, ഇവരൊക്കെ യൂഷ്വലി ഏതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും? ഹൈഡ്രോഫോബിക്കിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ ലയോഫിലിക് കൊളോയിഡ്സ് റിവേഴ്സിബിൾ ആയിരുന്നുവെങ്കിൽ ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ഇറിവേഴ്സിബിൾ ആയിരിക്കും കേട്ടോ. അവർ ഇറിവേഴ്സിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലയോഫോബിക് കൊളോയിഡ്സ് എന്നാണ് അല്ലേ. നമ്മൾ ഈ പറഞ്ഞ ഗം ആയിക്കോട്ടെ, സ്റ്റാർച്ച് ആയിക്കോട്ടെ, ജെലാറ്റിൻ ആയിക്കോട്ടെ, അവരൊക്കെ എന്താണ്? ലയോഫിലിക് കൊളോയിഡ്സ് ആണ്. അതായത് ദേ ഹാവിങ് ഗ്രേറ്റർ അഫിനിറ്റി, ദർ ഇസ് എ ഗ്രേറ്റർ അഫിനിറ്റി ബിറ്റ്വീൻ ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. പക്ഷേ ഈ കൂട്ടത്തിൽ ഈ പറയുന്ന സൾഫർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സൾഫൈഡ്സും ഹൈഡ്രോക്സൈഡ്സും ഒക്കെ ലയോഫോബിക് കൊളോയിഡ്സ് ആണ്. കാരണം അവർക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയ തമ്മിലുള്ള അഫിനിറ്റി വളരെ കുറവാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേന് ലയോഫോബിക് കൊളോയിഡ്സിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി, സൾഫർ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ്സ് ഹാസ് ദി ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻ ദി സെക്കൻഡ് പീരീഡ് ഓഫ് എ മോഡേൺ പീരിയോഡിക് ടേബിൾ? അപ്പോൾ സെക്കൻഡ് പീരീഡ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആർക്കാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുക, നമുക്ക് അറിയാം ഒരു ഗ്രൂപ്പിലും പീരീഡിലും എലമെന്റ്സിന്റെ സൈസ് എങ്ങനെയാണ് വേരി ചെയ്ത് വരുന്നത്. ഒരു ഗ്രൂപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം സൈസ് കൂടി വരും. അതേസമയം ഒരു പീരീഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അവരുടെ സൈസ് കുറഞ്ഞു വരും. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ amount ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ബാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ഏറ്റവും ബാലൻസ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, amount ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഇലക്ട്രോൺ. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം. അപ്പോൾ ഇതിന്റെ ഏറ്റവും ബാലൻസ് ഷെല്ലിൽ നിന്നും നമുക്കൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. ഇവരുടെ ഏറ്റവും ബാലൻസ് ഷെല്ലിൽ നിന്നും നമുക്കൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. ഏതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം? ഇവിടെ നോക്കിക്കേ, ന്യൂക്ലിയസ് ഇവിടെ ഇരിക്കുക. ന്യൂക്ലിയസിൽ നിന്ന് നല്ല ദൂരം അകലെയായിട്ടാണ് ബാലൻസ് ഷെല്ലിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ തന്നെ അവരെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്താണ് ബാലൻസ് ഷെല്ലിൽ ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ന്യൂക്ലിയസ് അതിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ അവിടുന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് കളയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയണൈസേഷൻ എനർജി കൂടുതലാണ്. സോ നമുക്ക് പറയാം ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ സൈസ് കുറയുന്നു, അയണൈസേഷൻ എനർജി കൂടി വരുന്നു. ഇവിടെ എന്താണ്? ന്യൂക്ലിയസിൽ നിന്നും ദൂരെയാണ്. അപ്പോൾ ഈസിലി നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടോട്ട് വരുമ്പോൾ അയണൈസേഷൻ എനർജി കുറവാണ് അല്ലേ. അപ്പോൾ ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയണൈസേഷൻ എനർജി കുറഞ്ഞും വരുവാണ്. ഇനി നമ്മുടെ ചോദ്യത്തിൽ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? 4 എലമെന്റ്സിനെ തന്നിട്ട് ഇതിൽ അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ ആർക്കാണെന്നാണ് ചോദിച്ചത് അല്ലേ. ഇത് സെക്കൻഡ് പീരീഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലിഥിയം ഉണ്ട്, ബെർലിയം ഉണ്ട്, ബോറോൺ ഉണ്ട്, കാർബൺ ഉണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അവരുടെ സൈസ് കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം ഏറ്റവും സൈസ് കുറവുള്ള ആൾക്കാണ്
അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. അപ്പോൾ ഏറ്റവും സൈസ് കുറഞ്ഞ ആളാരാണ്? കാർബൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി വേണ്ടുന്നത് ആർക്കാണ്? ഓപ്ഷൻ ഡി, കാർബണിനാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി വേണ്ടുന്നത്. ഓക്കെ, സോ അതാണ് കറക്റ്റ് ആൻസർ. പീരിയോഡിസിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 10ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ടോപ്പിക്കാണ്. അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ അഫിനിറ്റി, ദെൻ അറ്റോമിക് സൈസ്, അറ്റോമിക് റേഡിയസ്, ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, എങ്ങനെയാണ് ഗ്രൂപ്പിലും പീരീഡിലും വേരി ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്